നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ തകർച്ചയ്ക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.50% ഉയർന്ന് 21,250 മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി ബാങ്ക് 0.8%, നിഫ്റ്റി IT 0.3%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.6% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ന് 1681 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 460 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു അപ്ഡേറ്റാണ്. കഴിഞ്ഞ ദിവസം 1322 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയതെങ്കിൽ ഇന്ന് 1636 കോടിയുടെ സെല്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചു. മാർക്കറ്റിൽ വന്ന ശക്തമായ റിക്കവറി മാർക്കറ്റിൻ്റെ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫെസ്റ്റീവ് ബ്രേക്കിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കുറയുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ പോലുള്ള ഫെസ്റ്റീവ് സീസണിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ US GDP ഡേറ്റ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ എക്കോണമിക് ഡേറ്റ കൂടി വരാനുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും മാർക്കറ്റ് ഒരൽപ്പം കോഷ്യസായി പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നത് ഡൊമസ്റ്റിക് ഫുഡ് ഇൻഫ്ലേഷൻ ഉയരുന്നതിനും കാരണമായേക്കാം. ഇന്ന് നിഫ്റ്റിക്ക് 21,000 എന്ന ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചിരുന്നു. കൂടാതെ 10-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് ഒരു ബൈയിങ് സെൻറ്റിമെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം 21,000 പ്രധാന സപ്പോർട്ടും 21,300 എന്ന ലെവൽ പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. സെക്ടോറിയൽ ഇൻഡെക്സസ് പരിശോധിച്ചാൽ നിഫ്റ്റി മീഡിയ എന്ന ഇൻഡെക്സ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി മീഡിയ 2.4% ഉയർന്നു. നിഫ്റ്റി ഓയിൽ, PSU ബാങ്ക്, മെറ്റൽ തുടങ്ങിയ ഇൻഡെക്സുകളെല്ലാം തന്നെ 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഇന്ന് ഫാർമ സെക്ടറിൽ നിന്നും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് അമി ഓർഗാനിക്സ് ലിമിറ്റഡ്. അമി ഓർഗാനിക്സ് 4,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. വാല്യൂഷൻ 82.64. സ്റ്റോക്ക് ഇന്ന് 1170 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 6 മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 8% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 52 വീക്ക് ഹൈ 1388. കഴിഞ്ഞ ആഴ്ച അമി ഓർഗാനിക്സ് ഗുജറാത്തിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രേഡിയൻസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്തിരുന്നു. 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്പനി നടത്തിയത്. ഉടൻ തന്നെ ഈ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്നും പ്രൊഡക്ഷൻ ആരംഭിക്കും എന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. അമി ഓർഗാനിക്സ് എന്ന കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റഗ്രേഡിയൻസും അഡ്വാൻസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റർമീഡിയറ്റ്സും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ROE 15%, ROCE 20.6%, വാല്യൂഷൻ 55.2. കമ്പനിയുടെ സെയിൽസ് കഴിഞ്ഞ ക്വാർട്ടർ ടു ക്വാർട്ടർ താരതമ്യപ്പെടുത്തുമ്പോൾ 184 കോടിയിൽ നിന്ന് 172 കോടിയിലേക്ക് ഉയർന്നെങ്കിലും ഓപ്പറേറ്റിംഗ് മാർജിൻ 22%-ൽ നിന്നും 14%-ലേക്ക് ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 34 കോടിയിൽ നിന്നും 25 കോടിയിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 22 കോടിയിൽ നിന്നും 17 കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനി മാറുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 37%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 44%. മുമ്പ് കടബാധ്യത തീരെയില്ലാത്ത ഈ കമ്പനിക്ക് മുകളിൽ ഇപ്പോൾ 101 കോടി രൂപയുടെ കടമുണ്ട്. അതേസമയം 594 കോടി രൂപയുടെ റിസർവുമുണ്ട്. പ്രൊമോട്ടേഴ്സിന് 38.9% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് 39.4-ൽ നിന്നും 38.9-ലേക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിരുന്നു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.7%-ൽ നിന്നും 7.1%-ലേക്ക് ഉയർന്നു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.1-ൽ നിന്നും 5.9%-ലേക്ക് ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 47.97. സ്റ്റോക്ക് 1100 എന്ന സപ്പോർട്ടിൽ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 1000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 1350, 1400 പോലുള്ള ടാർഗറ്റുകൾ അമി ഓർഗാനിക്സിൽ നിന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് അശോക് ലേലാൻഡ് ലിമിറ്റഡ്. 49,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.57, ഡിവിഡൻഡ് ഈൽഡ് 1.5%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 4%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അശോക് ലേലാൻഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അശോക് ലേലാൻഡിൽ നിന്നും 552 ബസ്സുകൾക്കുള്ള ഓർഡർ നൽകി. ആൾറെഡി തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അശോക് ലേലാൻഡിൻ്റെ 18,477 ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അശോക് ലേലാൻഡ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അതിൻ്റെ റവന്യൂ 9,691 കോടിയിൽ നിന്നും 11,429 കോടിയിലേക്ക് ഉയർത്തിയെങ്കിലും പ്രോഫിറ്റ് 582 കോടിയിൽ നിന്നും 566 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. ഇതുകൂടാതെ അശോക് ലേലാൻഡ് എന്ന കമ്പനി കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, എൻജിൻ, സ്പെയർ പാർട്ട്, അസോസിയേറ്റഡ്
അക്സസറീസ് എന്നിവ മാനുഫാക്ചർ ചെയ്തും സെൽ ചെയ്തും കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അശോക് ലേലാൻഡുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അപ്ഡേറ്റ്, പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSA അശോക് ലേലാൻഡിന് ബൈ എന്ന റേറ്റിംഗും 33% ഹയർ സൈഡിൽ 238 രൂപയുടെ ടാർഗറ്റ് നൽകി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ഇവിടെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെക്ടറിലെ കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അശോക് ലേലാൻഡിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. മുമ്പ് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനിക്ക് 18% മാർക്കറ്റ് ഷെയർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഷെയർ 24% ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൻ്റെ വേതനം അല്ലെങ്കിൽ ചരക്ക് നീക്ക ചാർജിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൊമേഴ്സ്യൽ വെഹിക്കിളുകളെല്ലാം വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്ന OEM കമ്പനികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. റീസെൻ്റ്ലി നവംബർ മാസത്തെ അശോക് ലേലാൻഡിൻ്റെ സെയിൽസ് മന്ത് ടു മന്ത് 3% ഇടിഞ്ഞിരുന്നു. ഏകദേശം 14,053 യൂണിറ്റ് വെഹിക്കിളുകളാണ് കമ്പനി സെൽ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ 9% വളർച്ച കൈവരിച്ചു. 5,087 യൂണിറ്റിൽ നിന്നും 5,553 യൂണിറ്റിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ അശോക് ലേലാൻഡ് എന്ന കമ്പനി AL-H6 എന്ന എഞ്ചിൻ മാനുഫാക്ചർ ചെയ്തതോടുകൂടി കമ്പനിയുടെ ഡിമാൻഡിലും വർധനവുണ്ടായിട്ടുണ്ട്. അശോക് ലേലാൻഡ് എന്ന സ്റ്റോക്കും സപ്പോർട്ടിനടുത്ത് ലഭ്യമാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 160, 155 തുടങ്ങിയ ലെവലുകളാണ് വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ. ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ 190 രൂപ, അതല്ലെങ്കിൽ CLSAയുടെ ടാർഗറ്റായ 230 പോലുള്ള ടാർഗറ്റുകൾ നമ്മൾക്ക് അശോക് ലേലാൻഡ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്